ഒരാൾ വരുമ്പോൾ ആ ആളുടെ ഏതെങ്കിലും ഒരു മെൻ്റൽ ആഗണി കൊണ്ട്, ഒരു ഇമോഷണൽ പ്രോസസ്സ് കൊണ്ട്, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാളുടെ ബിസിനസ് ഒരു 100 കോടിയിൽ നിന്ന് ഒരു 500 കോടി എത്തേണ്ട ആളായിരിക്കാം. ഇയാൾ എപ്പോഴും 110 കോടി 220 കോടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആസ്പെക്ട്സിൽ ഏത് പ്രശ്നമാണ് പരിഹരിച്ചു കൊടുക്കേണ്ടത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അപ്ഗ്രഡേഷൻ വരാനെന്ന് നോക്കി. ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹം മലയാള സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷേ വിചാരിച്ച പോലെ അങ്ങ് ഉയരാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തെ നമുക്ക് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലെവലിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കേണ്ടതാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ വ്യാപരിക്കുന്ന കാര്യങ്ങളൊന്നും ഡിസോർഡർ ആവണമെന്നില്ല. ഓവർ തിങ്കിങ് ആയിട്ട് വന്ന് കിടക്കുന്ന, ചിലപ്പോൾ ചില ഭയങ്ങളായിട്ട് കിടക്കുന്ന, ചിലപ്പോൾ ഒന്നുമില്ല, നാടൻ തോട്ട്സ് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഏതൊരു ഫീൽഡിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടാവും. ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും, കവിത എഴുതാൻ കഴിവുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പല 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 കാര്യങ്ങളിൽ കഴിവുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു എത്തിക്കലി ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരുടെ ഡ്രീംസിനെ എങ്ങനെ ഹാക്ക് ചെയ്യാം, സ്പോർട്സ് ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക്, വലിയ നേതാക്കന്മാരായിട്ട് പോകാനുള്ള, അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ ഈ ഡിസോർഡർ സ്പെസിഫിക് മാറ്റിയിട്ട് മൾട്ടി സെക്ടറിൽ ആളുകൾ ഏത് മേഖലയിലായിക്കോട്ടെ അവരുടെ മനസ്സിൻ്റെ കൂട്ടാവുക.